എന്താണ് ഇവിടെ ബഹളം? സ്വാമി, തമ്പുരാക്കന്മാരെല്ലാം കൂടി എന്റെ കുഞ്ഞിനെ തന്നെ ചതിച്ചു. അമ്പലക്കുളം തീണ്ടിയതിന് പ്രായശ്ചിത്തം ചെയ്തില്ലെങ്കിൽ ഈ കുടിലുകളെല്ലാം തീ വെച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് തമ്പ്രാക്കന്മാരുടെ കൂട്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്. വരട്ടെ, ആ കൊളുത്തിലെ കൈ ഞാൻ അരിഞ്ഞെടുക്കും. സമാധാനപ്പെടും, അവർ വരട്ടെ. എന്നിട്ട് മതിയല്ലോ മറ്റാലോചനകൾ. വരട്ടെ. ഹീനജാതിക്കാർ തൊട്ടതാണ്, അശുദ്ധമായിരിക്കും. കൊടുക്കൂ അമ്മേ, കുടിക്കട്ടെ. സഹോദരന്മാരെ, സജാതീയരോ വിജാതീയരോ ആകട്ടെ, അടിമകളോ ഉടമകളോ ആകട്ടെ, എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരാത്മാവിൽ നിന്നും സ്നാനം ചെയ്യപ്പെട്ടു. ശരീരം ഒരവയവമല്ല, പലത് ചേർന്നതാണ്. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിന്റെ അല്ലെന്ന് കാല് പറയുകയാണെങ്കിൽ അല്ലാതായി തീരുമോ? ശരീരം മുഴുവൻ കണ്ണായാൽ നാം എങ്ങനെ കേൾക്കും? ശരീരം മുഴുവൻ കാതായാൽ നാം എങ്ങനെ കാണും? എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ലെന്ന് കയ്യിനോട് പറയാൻ വയ്യ. ഏറ്റവും ബലഹീനമെന്ന് തോന്നുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമെന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? നമ്മൾ ദൈവത്തിന്റെ ശരീരമാകുന്നു, വ്യക്തിപരമായ ഓരോരുത്തരും അതിന്റെ അവയവങ്ങളും. അത് മറക്കാതിരിക്കൂ. കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. രാജാതിരാജ രാജകുലശേഖര മഹിതോദാര ഹരികുല സംഹാര ചോളരാജ്യ കിരീടപതി അപ്പാൻ, നാം താങ്കളെ ഇന്നിവിടെ ക്ഷണിച്ചു വരുത്തിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. നമുക്ക് ഒരു കേളി സൗധം വേണം. ആധുനിക രീതിയിൽ അമ്പരചുംബിയായ അതിമനോഹരമായ ഒരു മാളിക, ശില്പകലയുടെ നൽപ്പും കെൽപ്പും കലർന്ന് കൽപ്പാന്തകാലം നിലനിൽക്കത്തക്കവണ്ണമുള്ള അതിമനോഹരവും അത്യത്ഭുതവുമായ ഒരു സൗധം. ഭാരതത്തിലെങ്കും അതിനു തുല്യമായി മറ്റൊരു സൗധം ഉണ്ടായിരിക്കാൻ പാടില്ല. അതിന്റെ നിർമ്മിതിയിലേക്ക് സഞ്ചാരിയായ താങ്കളുടെ എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ നാം തയ്യാറാണ്. അവിടുത്തെ ഇംഗിതം അത് വിദേശ മാതൃകയിലുള്ള ഒന്നായിരിക്കണമെന്നാണോ? നിർബന്ധമില്ല. ഭാരതത്തിന് അത് പുതുമയായതുകൊണ്ട് വിരോധവുമില്ല. ഞാൻ ശില്പകലകളിൽ അനഭിജ്ഞനാണ്. വിദഗ്ധനായ ഒരു ശില്പിയെ വിദേശത്തു നിന്നും കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നതും അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ ഭാരതീയ ശില്പകലകളെ വെല്ലുവാൻ കരുത്തുള്ള ഒരുത്തിന് ഈ ഭൂലോകത്തെങ്ങും കാണുകയില്ല. നമ്മുടെ ശില്പശാസ്ത്രം അത്രയ്ക്കും മഹത്താണ്. ശാസ്ത്രവും പാണ്ഡിത്യവുമല്ല നമുക്ക് ആവശ്യം, പ്രായോഗിക വിജ്ഞാനമാണ്. മഹാരാജാവേ, ക്രിസ്തുദേവന്റെ ശിഷ്യനായ വിശുദ്ധ തോമ ഇപ്പോൾ പാണ്ഡ്യദേശത്ത് സുവിശേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രേക്ഷിതവൃത്തി സ്വീകരിച്ചിരിക്കുന്നു എങ്കിലും ശില്പകലയിൽ അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ വരുത്തിയാൽ ആ ഭാരം നാം താങ്കളെ തന്നെ ഏൽപ്പിക്കുന്നു. வாழ்க ചോളമന്നൻ. പ്രഭു, കടപ്പുറത്ത് ഭീമാകൃതിയിലുള്ള ഒരു തടി വന്ന് അടിഞ്ഞിരിക്കുന്നു. ഒരു കൊട്ടാരം പണിയാനുള്ള മുഴുവൻ ഉരുപ്പിടികളും ആ ഒറ്റത്തടി കൊണ്ട് തീരുമെന്നാണ് നമ്മുടെ തച്ചുശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം.
ശുഭവാർത്ത. പുരോഹിത ശ്രേഷ്ഠ, കൽപ്പിച്ചാൽ ആ തടി യഥാസ്ഥാനത്ത് എത്തിക്കേണ്ട ചുമതല നാം താങ്കളെ ഏൽപ്പിക്കും. കൽപ്പന പോലെ. ശില്പി ശ്രേഷ്ഠ, അങ്ങയുടെ വിലയേറിയ സമയം പാഴാക്കി അങ്ങയെ ഇവിടെ വരുത്തത് ആവശ്യം എന്താണെന്ന് ആവാൻ അറിയിച്ചില്ല. ഈശ്വരദത്തം എന്ന് നാം വിശ്വസിക്കുന്ന ഒരു മരത്തടിയുടെ കാര്യമാണ് ഗുരുദേവൻ അരുളിച്ചത്. ആ മരത്തടി കൊണ്ട് തോമ ഒരു ഭവനം നിർമ്മിക്കുമെന്ന് കർത്താവ് ലിഖിതപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ഞാനൊരു ലിഖിതവും അതിൽ കണ്ടില്ല. ഒരു വശം മാത്രം നോക്കുന്ന താങ്കൾ മറുവശം കാണാൻ ന്യായമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഭവന നിർമ്മാണത്തിന് തന്നെയാണ് താങ്കളുടെ സേവനം നാം ആവശ്യപ്പെട്ടത്. അങ്ങ് ഉദ്ദേശിക്കുന്ന അരമനയല്ല ഞാൻ നിർമ്മിക്കേണ്ടത്. കർത്താവിന്റെ സ്മരണം നിലനിർത്താനുള്ള ഒരു പ്രാർത്ഥനാ മന്ദിരമാണ്. ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിശ്വസിക്കാൻ സമയമായില്ലല്ലോ. ഇദ്ദേഹം പറയുന്നത് പരമാർത്ഥമാണെങ്കിൽ ആ മരത്തടി ഉടനെ തന്നെ കരക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന പക്ഷം ഇദ്ദേഹം പണിയാൻ ഉദ്ദേശിക്കുന്ന ആലയം അതേ സ്ഥാനത്ത് പണിയാൻ നാം അനുവദിച്ചിരിക്കുന്നു. മന്നവേന്ദ്ര, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആചാര്യരെ, എന്തുണ്ടായി? അങ്ങ് വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. ആ തോമ മരത്തടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്റെ മഠത്തിന് തൊട്ടാണ്. അവിടെയാണ് ദേവാലയം പണിയാൻ പോകുന്നതെങ്കിൽ അങ്ങേക്ക് ഇതിലും മനോഹരമായ ഒരു മഠം മറ്റൊരു സ്ഥാനത്ത് നാം പണിതു തരുന്നതാണ്. തലമുറ തലമുറയായി താമസിച്ചിരുന്നത് അവിടെയാണ്. ആ സ്ഥലം ഉപേക്ഷിച്ചാൽ പക്ഷെ നാം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാഴായി പോവാൻ പാടില്ല. എങ്കിലും ആചാര്യരെ, എത്രയോ മനുഷ്യരുടെ അക്ഷീണ പരിശ്രമം കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആ മഹാത്മാവ് തനിയെ നിർവഹിച്ചിരിക്കുന്നു. ആ അമാനുഷിക വൈഭവം നാം അംഗീകരിക്കണം. ആ ആരാധ്യ പുരുഷന്റെ ആധ്യാത്മിക സാമീപ്യം അങ്ങേക്കും അഭിവൃദ്ധിക്കല്ലാതെ അഭിമാനക്ഷയത്തിന് ഇടവരുത്തുകയില്ലല്ലോ. രാജകൽപ്പന അനുസരിക്കാൻ നിർബന്ധിതനാണല്ലോ ഞാൻ.